ഹലോ ഗൈസ്, നമ്മൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇറങ്ങിയതാ പുറത്തേക്ക്. ട്രിപ്പ് മൂടൊന്നും പറയാൻ പറ്റില്ല, വെറുതെ ജസ്റ്റ് ഒരു കറക്കം. അപ്പം എങ്ങടാന്നൊന്നുമില്ല, ജസ്റ്റ് വണ്ടി എടുത്ത് ഇറങ്ങുന്നു പോകുന്നു. അതിരപ്പള്ളി പോണ വഴി നമ്മൾ കാണാൻ ആഗ്രഹിച്ച മുതലേ നമ്മൾ കണ്ടു. കാട്ടാനെന്ന് വെച്ചാൽ പ്രത്യേക ഭംഗി തന്നെയാണ്. അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം കോട നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അതിരപ്പള്ളി എത്തി റോഡ് സൈഡിൽ നിന്ന് ആ വെള്ളച്ചാട്ടത്തിന് വ്യൂ പോയിൻ്റൊക്കെ കണ്ടു. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇതൊന്നുമല്ല, ജസ്റ്റ് ട്രാവൽ ചെയ്യുക, ജസ്റ്റ് ഒന്ന് നാച്ചുറൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, അത്ര തന്നെ. വാഴച്ചാൽ എത്തി കഴിഞ്ഞാലേ നമുക്കൊരു സ്ലിപ്പ് വരും. അത് മലക്കപ്പാറ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ബോർഡർ ക്രോസ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ കാട്ടിലൂടെയുള്ള യാത്ര അത് ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. മലക്കപ്പാറ പോയിക്കൊണ്ടിരിക്കുക. അതിരപ്പള്ളി ചിമ്മിനി വന്നൊരു പ്ലാനായിരുന്നു. പതുക്കെ അത് അതിരപ്പള്ളിയായി, അത് പതുക്കെ മലക്കപ്പാറായിട്ട്. ഇനി മലക്കപ്പാറ എവിടേക്ക് തിരിയുന്ന അറിയില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ മൈൻഡ് തന്നെയാണ്, എങ്ങടയിലൊക്കെ പോകാം. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ പടക്കുതിര പാഷൻ പ്രോ എടുത്തിട്ടാണ് ഞങ്ങൾ പതുക്കെ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോൾ ലാഭം, ധനനഷ്ടം, മാനഹാനി അല്ല, ധനനഷ്ടമില്ല, മാനഹാനി. പെട്ടെന്ന് പാണ്ടിപ്പടം ഓർത്ത് പോയതാ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ വീണ്ടും തെറിക്കാണ്, ട്രാവൽ ചെയ്യാണ്. ഇരുന്നിരുന്ന് വയ്യാണ്ടായ കാരണമാണോന്ന് അറിയില്ല വണ്ടി നിർത്തിയത്. അപ്പം ശരി. ഈ റൂട്ടിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. ഈ ഒരു കാലാവസ്ഥ അടിപൊളി തന്നെയാണ്. വണ്ടി പോയിരുന്നിരുന്ന ഒരു പരിവായിട്ടാണ്. ഫൈനലി മലക്കപ്പാറ എത്തിയപ്പോൾ അവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം ഞങ്ങൾ പടുത്തിട്ട് വരെ 2 ബിസ്ക്കറ്റ് വാങ്ങി. തണവ് എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇല്ലേ? സമയം എത്രയും സമയം കാണിച്ച സമയം 10:45. എന്നിട്ടും നല്ല തണവുണ്ട്. തണവ് എന്ന് കഴിഞ്ഞാൽ അത് മഴക്കാരുണ്ട് കേട്ടോ, അതിൻ്റെയാണ്. നല്ല തണവുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. പറയണം. ഈ റൂട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്രോളും ഇല്ലാത്ത തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് മലക്കപ്പാറ വഴി പോയി പിന്നെ വാൽപ്പാറയ്ക്ക് എത്തി. നമ്മുടെ ഇവിടെയും നാട്ടിലത്തെ ഇവിടുത്തെ പെട്രോളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 4 രൂപ വ്യത്യാസമുണ്ട്. നമ്മളവിടെ 106 ആണെങ്കിൽ ഇപ്പം ഇവിടെ 102 പെട്രോൾ വെച്ച് തിരിച്ചു വരുമ്പോൾ ചെറിയൊരു മഴ കിട്ടി. ഈ വീഡിയോയിൽ ഫുൾ കാഴ്ചകളൊന്നും ആഡാക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയ്ക്കും അവിടുത്തെ വിഷ്വൽസ് എന്ന് പറഞ്ഞു. ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളെല്ലാവരും. വാൽപ്പാറ ഹെയർ പിൻ റോഡ് വഴിയാണ് താഴേക്ക് ഇറങ്ങിയത്. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം വിശ്രമിച്ചു, ചെറുത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് ചെറിയ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇറങ്ങി ചെന്നതും നേരെ ടിപ്പിക്കൽ തമിഴ്നാട്ടിലാണ്. പിന്നെ ആ റൂട്ട് വഴി പാലക്കാട് എത്തി. പിന്നെ കുതിരാൻ വഴി ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. അങ്ങനെ സൂഫി മന്തിന് മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് എത്തി. ഒരു വട്ടം നിങ്ങൾ ആ റൂട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഞാൻ കേട്ടോ. എങ്ങനെയുണ്ട് ഇരുന്നിട്ട്? സുഖം? ബാക്കൊക്കെ ഓക്കെ അല്ലേ? ബാക്കില്ലേ?